മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ നിന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള ASC സെന്ററിലേക്ക്, അതായത് ASC സെന്റർ സൗത്ത് ബാംഗ്ലൂരിലേക്ക് പുതിയൊരു അപേക്ഷ കൂടി വിളിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ഷോർട്ട് നോട്ടീസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ ആയിട്ടാണ്. ഓഫ്ലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട പോസ്റ്റൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ല, ബ്ലർ അല്ലെങ്കിൽ കട്ടായിട്ടൊക്കെയാണ് ഉള്ളത്. ഇത് ഷോർട്ട് നോട്ടീസ് മാത്രമാണ്. ഒഫീഷ്യൽ നോട്ടീസ് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഔട്ട് ആവുന്നതായിരിക്കും. ആ സമയത്ത് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യും. ഇപ്പോൾ ഇതൊരു ഷോർട്ട് നോട്ടീസ് മാത്രമാണ്. ഉടൻ തന്നെ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആവും. ഓഫ്ലൈൻ അപേക്ഷയാണ്. എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ അപേക്ഷ ഫില്ല് ചെയ്യേണ്ട, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, താഴെ ഈ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷ തുടങ്ങുമ്പോൾ നോട്ടിഫിക്കേഷനും അപേക്ഷിക്കേണ്ട ഫോമും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കും. സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ വന്നിട്ടുണ്ട്. ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 19,000-ൽ കൂടുതൽ ശമ്പളവും പിന്നെ മറ്റുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 3 ഒഴിവാണ് ടോട്ടലി ഉള്ളത്. പിന്നെ കുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആൺകുട്ടികൾക്കാണ്. അതിന്റെ വേക്കൻസി ഇവിടെ നോക്കി മനസ്സിലാക്കാം. MTS ആൺകുട്ടികൾക്കാണ്. അതുപോലെ തന്നെ സിവിലിയൻ മോട്ടോ ഡ്രൈവർ അത് വന്നിട്ടുണ്ട്. അതും ആൺകുട്ടികൾക്കാണ്. പെൺകുട്ടികൾക്കുള്ളത് ഞാൻ എടുത്ത് പറയാം. പെൺകുട്ടികൾക്ക് ഒരു പോസ്റ്റ് ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എടുത്ത് പറയാം. എല്ലാം ആൺകുട്ടികൾക്കാണ് പറയുന്നത്. അതുപോലെ ക്ലീനർ വന്നിട്ടുണ്ട്. 2 വേക്കൻസിയാണ് പറയുന്നത്. ട്രേഡ്സ്മാൻ മേറ്റ് കാണാൻ സാധിക്കുന്നതാണ്. അതിന് 8 വേക്കൻസി പറയുന്നുണ്ട് കേട്ടോ, ട്രേഡ്സ്മാൻ മേറ്റിന്. അതുപോലെ തന്നെ നമ്മുടെ ഫയർ എഞ്ചിൻ ഡ്രൈവർ പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും. ഫയർമാൻ വന്നത് കാണാൻ സാധിക്കും. ലീഡിംഗ് ഫയർമാൻ പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും. ആകെ മൊത്തം ഏകദേശം നമുക്ക് വന്നിട്ടുള്ളത് 62ഓളം പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷയാണ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അത് എവിടത്തേക്കല്ല, ഏതൊക്കെ സെൻറ്ററിലേക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു വിവരം, നെയിം ഓഫ് സ്റ്റേഷൻ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. CCI, അതുപോലെ കുക്ക്, MTS ചൗക്കിദാർ, ക്ലീനർ, അതുപോലെ തന്നെ ഓരോരോ പോസ്റ്റുകൾ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ലേബർ പോലുള്ള നിരവധി പോസ്റ്റുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എവിടേക്കാണ്, ബാംഗ്ലൂർ, അതുപോലെ പൂനെ, അങ്ങനെ ഓരോ സ്ഥലത്തിന്റെ പേര്. സിവിലിയൻ മോട്ടോ ഡ്രൈവർ എവിടെയൊക്കെ വേക്കൻസി വന്നിട്ടുള്ളതിന്റെ വിവരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫയർ എഞ്ചിൻ ഡ്രൈവർ എവിടെയൊക്കെ വന്നിട്ടുണ്ട്, ഫയർമാൻ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലീഡിംഗ് ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റ് അത് എവിടെയൊക്കെയാണ് അതിന്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റീസിലേക്ക് കിടക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ പറയുന്നത് സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിനാണ് CCI എന്ന് പറയുന്നത്, സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ. 10ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത. പിന്നെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. മുൻഗണന എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ലഭിക്കുന്നതായിരിക്കും. കുക്കിന് 10ാം ക്ലാസ് ആണ് യോഗ്യത. അതുപോലെ തന്നെ നോളജും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുക്കിങ്ങിലുള്ള നോളജാണ് ചോദിക്കുന്നത്. പിന്നെ MTS ചൗക്കിദാറിന് അപേക്ഷിക്കാൻ 10ാം ക്ലാസ് മാത്രം മതി. ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായാൽ മതി. പിന്നെ ട്രേഡിലുള്ള അറിവ്, അതായത് ആ ഒരു വർക്കിലുള്ള അറിവ്, മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ള ഈ ചൗക്കിദാർ എന്ന് പറയുന്ന പോസ്റ്റിലുള്ള അറിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞത്. പിന്നെ സിവിലിയൻ മോട്ടോ ഡ്രൈവർ ആണ്, 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണം, വാഹനം ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഹെവിയും വേണം. പിന്നെ അതുപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ക്ലീനർ പോസ്റ്റിന് 10ാം ക്ലാസ് മതി. പിന്നെ അറിവുണ്ടാവണം, ക്ലീൻ ചെയ്യാനുള്ള അറിവും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ട്രേഡ്സ്മാൻ മേറ്റ്, അതായത് 10ാം ക്ലാസ് മാത്രം മതി, നമുക്ക് സിംപ്ലി മനസ്സിലാക്കാം. ട്രേഡ്സ്മാൻ മേറ്റിനും 10ാം ക്ലാസ് ആണ് പറയുന്നത്. പിന്നെ ഫയർ എഞ്ചിൻ ഡ്രൈവർ പോസ്റ്റ് കാണാൻ സാധിക്കും. 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ട്രേഡിലുള്ള അറിവ് വേണം, അതായത് ഫയർ എഞ്ചിൻ ഓടിക്കാനുള്ള അറിവും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ലൈസൻസും എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഫയർമാൻ ആണ്, 10ാം ക്ലാസ് വേണം. അതുപോലെ തന്നെ എല്ലാ ടൈപ്പിലുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ള അറിവും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലീഡിംഗ് ഫയർമാൻ്റെയും ക്വാളിഫിക്കേഷൻ ഏകദേശം അത് തന്നെയാണ് പറയുന്നത്. സോ ഫുള്ളി നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനെപ്പറ്റി പ്രതിപാദിക്കും, അല്ലെങ്കിൽ സംസാരിക്കും. അതുകൊണ്ടാണ് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇത് ഫിസിക്കലാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി വീഡിയോ പോസ്റ്റ് ചെയ്ത് ഫിസിക്കൽ നോക്കാം. ഫിസിക്കലിൽ പറയുന്ന ട്രേഡ്സ്മാൻ മീറ്റിന് ഏകദേശം 1.5 കിലോമീറ്റർ ഓട്ടം 6 മിനിറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാരിയിങ് 50 കിലോഗ്രാം വെയിറ്റ് 200 മീറ്റർ 100 സെക്കൻഡിനുള്ളിലേക്ക് ചെയ്യുന്ന കാര്യം കൂടി ഒരു ക്യാരിയിങ് വെയിറ്റ് പറയുന്നത് കാണാൻ സാധിക്കും. അതൊരു ഫിസിക്കൽ ഐറ്റം തന്നെയാണ്. അങ്ങനെ നിരവധി ഫിസിക്കൽ ഐറ്റംസ് നമുക്ക് ഓരോന്നായിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്ത് കാണാൻ സാധിക്കും. ഫയർ എഞ്ചിൻ ഡ്രൈവറുടെ ഫിസിക്കൽ ഐറ്റംസ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഫയർമാന് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഹൈറ്റ് പറയാൻ 165 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. അതുപോലെ തന്നെ നമുക്ക് ചെസ്റ്റിന്റെ കാര്യം ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഹൈറ്റിന്റെ കാര്യം 2.5 സെന്റിമീറ്റർ ഇളവ് നൽകുന്നുണ്ട് ST ഉദ്യോഗാർത്ഥികൾക്ക്. ചെസ്റ്റ് 81.5 സെന്റിമീറ്റർ വേണം. എക്സ്പാൻഷൻ 85 സെന്റിമീറ്റർ ആക്കാൻ പറ്റണം. വെയിറ്റ് ഏകദേശം 50 കിലോഗ്രാം എങ്കിലും വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ഫിസിക്കൽ ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡെപ്തിൽ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് എന്നും കൂടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധയിൽ വെക്കുക. ഇനി നമുക്ക് ഏജ് ലിമിറ്റിലേക്ക് കിടക്കാം. ഏജ് ലിമിറ്റ് CCI, കുക്ക്, MTS ചൗക്കിദാർ, ക്ലീനർ, ഈ പറയുന്ന പോസ്റ്റിന്റെ ഒക്കെ ഏജ് ലിമിറ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഏകദേശം 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇവിടെ ഉണ്ട്.
സിവിലിയൻ മോട്ടോർ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിന് 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ SC/STക്ക് 5 OBCക്ക് 3 വർഷത്തെ പ്രായത്തിലുള്ളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ടെല്ലാം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപേക്ഷിക്കേണ്ടത് എക്സാമിനേഷൻ്റെ പാറ്റേൺ ഇവിടെ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 10th ലെവൽ എക്സാമിൻ്റെ രീതിയിലാണ് വരുന്നത്. നമ്മുടെ SSC ടൈപ്പിലെ എക്സാം ആണ് വരുന്നത്. 10th ലെവൽ എന്ന് പറയുമ്പോൾ ക്വാളിഫിക്കേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഇത് മാറും. ഓൾമോസ്റ്റ് എല്ലാ പോസ്റ്റും 10th ലെവലിൽ വന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ്, റീസണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ GK വരുന്ന കാണാൻ സാധിക്കും, പിന്നെ ഇംഗ്ലീഷ് വരുന്ന കാണാൻ സാധിക്കും, പിന്നെ മാത്സ് വരുന്ന കാണാൻ സാധിക്കും. 2 മണിക്കൂറിൻ്റെ പരീക്ഷ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ്റെ രീതി വരുന്നത്. ഇവിടെ നമുക്ക് ഏകദേശം അപേക്ഷ സമർപ്പിക്കേണ്ട ഒരു ഫോമും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപേക്ഷ തുടങ്ങിയിട്ടില്ല, തുടങ്ങിയതിന് ശേഷം അപേക്ഷിക്കുക. തുടങ്ങുന്നതിന് മുമ്പ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ റിജക്ട് ചെയ്യും. എന്തായാലും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റ് പ്രോപ്പറായി ലഭിക്കാനായിട്ട്, ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമ്പോൾ മറ്റൊരു വീഡിയോ ചെയ്യും, പ്രോപ്പറായി ലഭിക്കാനായിട്ട് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്താൽ മാത്രം മതി. എംപ്ലോയ്മെന്റ് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടീസ് മാത്രമാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമുക്ക് റിലീസ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും.